ഒരു ബിസിനസ് തുടങ്ങാൻ പലരെ കൊണ്ടും പറ്റും. ഒരു ബിസിനസ് പൂട്ടിക്കെട്ടാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷെ ഒരു ബിസിനസ് കൊണ്ടു നടക്കാൻ ചിലരെ കൊണ്ട് പറ്റും. ആ ചിലരാവുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഞാനും ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് കുറേ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു. ഇന്ന സാധനങ്ങളാകണം, ഇന്ന വേണമെന്ന്. അവസാനം ഞാൻ ഇറങ്ങി ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ 15,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടറാകാൻ യോഗ്യതയുള്ള ഒരാൾ ബിസിനസ്സുകാരനായിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ബിസിനസ്സുകാരനാകാൻ ഇപ്പം ഞാൻ ഒരു ബിസിനസ്സുകാരൻ, എന്നെ പിടിച്ച് എൻ്റെ അപ്പം പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ നോക്കി നടക്കുവാണ്. നടക്കില്ലെന്ന്, ഞാൻ ബിസിനസ്സുകാരനെ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ജീവിച്ച കാലമേ അല്ല ഇത്. ആ കുട്ടികൾക്ക് എന്തിനോടാണോ താല്പര്യം അതിനെല്ലാം സാമ്പത്തികമായി ഭദ്രത നേടാനുള്ള എല്ലാ സാഹചര്യവും ഇന്ന് ലോകത്തുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന വലിയ മാർക്കറ്റാണിത്. ഈ മാർക്കറ്റിനെ നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ച് തുടങ്ങണം. എല്ലാം തികഞ്ഞിട്ട് ഒരുത്തനും തുടങ്ങിയിട്ടില്ല, തുടങ്ങാനും പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും വീഡിയോ കണ്ട് കോടീശ്വരനാവാന്ന് വിചാരിച്ച് ചാടി ഇറങ്ങി ആദ്യമൊന്നും നടക്കുന്ന ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല, ഒരിക്കലും. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള പുതിയൊരു എഡിഷനിലേക്ക് സ്വാഗതം. സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ നിരവധി മഹാരഥന്മാരിരുന്നിട്ടുണ്ട്. ബിസിനസ്സിൽ വളരെയധികം വലിയ വിജയം നേടി നമ്മളോട് അവരുടെ കഥ മാത്രമല്ല അവരെങ്ങനെ വിജയിച്ചു എന്ന് നമുക്ക് പറഞ്ഞു തരാൻ വന്നവരിലാണ്. വളരെ അപൂർവം പേരാണ് ഈ ഹോട്ട് സീറ്റിലേക്ക് വീണ്ടും വന്നിരുന്നിട്ടുള്ളത്. ഇത്തവണ നിങ്ങൾക്ക് അറിവ് പകർന്നു തരാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന മലയാളികളുടെ സ്വന്തം ബ്രാൻഡായ ഫ്രഷ് ടു ഹോം. പച്ചമീനിനെ പിടിച്ച് ഓൺലൈനിലാക്കി കോടികൾ നേടിയെടുത്ത സ്ഥാപനമാണ്. അതിൻ്റെ സാരഥി എല്ലായാളുമോട് കൂടി ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, ശ്രീ മാത്യു ജോസഫ് സാർ. അദ്ദേഹം സഹോദര തുല്യനാണ്. സാർ, താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി സ്പാർക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇതേ ഹോട്ട് സീറ്റിലിരുന്ന് അന്നതൊരു വൈറലായ വീഡിയോ ആയിരുന്നു. എത്ര വർഷമായി കാണും? അത് ഒരു 3-4 വർഷമായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ കഥയുടെ സ്പാർക്ക് ഇന്നും ആൾക്കാരിൽ വിട്ടുമാറിയിട്ടില്ല. അന്ന് നമ്മൾ പറഞ്ഞ കഥ പച്ചമീനിനെ പിടിച്ച് ഓൺലൈനിൽ ഇട്ട കഥയാണ്. അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഫ്രഷ് ടു ഹോം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എത്ര ടേൺ ഓവർ ആയി സാർ? കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 1100 കോടിയാണ്. എക്സലന്റ്, 1100 കോടിയായി. ഇന്ന് എത്ര എംപ്ലോയീസ് ആയി? നമുക്ക് എംപ്ലോയീസ് ഞങ്ങൾക്കിപ്പോൾ ഫ്രഷ് ടു ഹോം അല്ലാതെ കേരളത്തിലുള്ളവർക്ക് അത്ര അറിയില്ല, FTH ഡെയിലി എന്ന് പറയുന്ന വേറൊരു പ്ലാറ്റ്ഫോം കൂടിയുണ്ട്. 2 പ്ലാറ്റ്ഫോമിലുമായിട്ട് ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി 17,000 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. മലയാളികൾക്ക് അഭിമാനിക്കാം. ഒരു മലയാളി കണ്ടൊരു സ്വപ്നത്തിൽ നിന്ന് 17,000 പേർക്കാണ്. ഇപ്പോൾ നമ്മുടെ പ്രോഡക്ട്സ് ഇപ്പോൾ എത്ര സിറ്റീസിൽ അവൈലബിൾ ആണ്? ഇപ്പോൾ ഇന്ത്യയിൽ 171 സിറ്റികളിൽ അവൈലബിൾ ആണ് ഫ്രഷ് ടു ഹോം. മൈ ഗോഡ്. അതുപോലെ നമുക്ക് വിദേശത്തോട്ടും പോകുന്നുണ്ട്. വിദേശം പോകുന്നുണ്ട്. ദുബായിൽ നമുക്ക് സ്വന്തം പ്ലാന്റ് ഉണ്ട്. ഇന്ത്യയിൽ നമുക്ക് 10 ഫാക്ടറികൾ വർക്ക് ചെയ്യുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ. താങ്കളുടെ പാർട്ട്ണർ ഷാനുമായിട്ടുള്ള ആ വിജയരഥയാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഷാനും ഞാനും ഞങ്ങളുടെ കോഫൗണ്ടേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയുള്ള ഒരു ഒത്തൊരുമയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒരു ടീം വർക്കിൻ്റെ വിജയമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഫ്രഷ് ടു ഹോം എന്ന് വളരെ അഭിമാനത്തോടെ പറയാം. പ്രേക്ഷകർക്കായിട്ട് ആ പുതിയ ബിസിനസ് നമ്മളൊരു ഇൻസ്റ്റൻറ്റ് പ്രോഡക്ട്സ് പെട്ടെന്ന് കിട്ടുന്ന FMCG പ്രോഡക്ട്സ് ആണ്. എന്താണ് ആ ബിസിനസ്? ഞങ്ങൾ FTH ഡെയിലി എന്ന് പറയുന്നത്. FDS ഡെയിലി? FTH ഫ്രഷ് ടു ഹോം ഡെയിലി. ഓക്കെ. അത് FTH ഡെയിലി എന്ന് വേറൊരു ആപ്പാണ്. ഇന്ന് ഫ്രഷ് ടു ഹോമിൻ്റെ ആപ്പല്ല. ആപ്പ് ഉണ്ടാകാനൊരു കാരണം, ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഒരു കമ്പനി ഉണ്ടായിരുന്നു നേരത്തെ, ദൂദ്വാല.com എന്ന്. അതിൻ്റെ സർവീസെല്ലാം ഞങ്ങൾ ഏറ്റെടുത്തപ്പോഴാണ് ഞങ്ങൾ അതിനെ പേര് മാറ്റി FTH ഡെയിലി ആക്കിയത്. അതിലൂടെ ദൈനംദിനം നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും. സാധാരണഗതിയിൽ നമ്മൾ അതിനും ഫ്രഷ് ടു ഹോമിൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റേതായ ഒരു വ്യത്യസ്തത വേണമല്ലോ. ഇപ്പം ഞങ്ങൾ ഫ്രഷ് ടു ഹോം ഉണ്ടായത് തന്നെ ആ വ്യത്യസ്തതയിൽ നിന്നാണ്. അപ്പോൾ ഇതിനും ഒരു വ്യത്യസ്തത വേണമെന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ കമ്പനി പോകുകയാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഫേമസ് ആയുള്ള ഓൺലൈൻ കമ്പനി പോയി ഓർഡർ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എപ്പോഴും ഏതെങ്കിലും വേറെ ബ്രാൻഡിൻ്റെ ആയിരിക്കും. തീർച്ചയായും അല്ലേ? അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായാൽ കസ്റ്റമർ ഇവരോട് രജിസ്റ്റർ ചെയ്യാമെങ്കിലും അതിൻ്റെ കംപ്ലയിൻറ്റ് ഡീൽ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ ബ്രാൻഡിൻ്റെ ഓണറായിരിക്കും. ഇതൊരു സൂപ്പർ മാർക്കറ്റ്, ഒരു സൂപ്പർ മാർക്കറ്റ് അത്രയുള്ള ഒരു പ്ലാറ്റ്ഫോം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫ്രഷ് ടു ഹോമിൻ്റെ FTH ഡെയിലിയിൽ വരുന്ന കസ്റ്റമർക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകളെല്ലാം ഫ്രഷ് ടു ഹോമിൻ്റെ ആയിരിക്കണം എന്നൊരു പുതിയ തലത്തിലേക്കാണ് ഞങ്ങൾ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 300-ലധികം പ്രൊഡക്റ്റുകൾ ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ ഇറങ്ങി. എക്സലന്റ്. അത് എല്ലാം ഫ്രഷ് ടു ഹോം? എല്ലാം ഫ്രഷ് ടു ഹോം ബ്രാൻഡിൽ. എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ്? പാലുണ്ട്, ചീസുണ്ട്, ബട്ടറുണ്ട്, ജ്യൂസുകളുണ്ട്, ഇഡ്ഡലി ദോശ ബാറ്ററുണ്ട്, തുടങ്ങി നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാം.
സാധനങ്ങളിലേക്കും വന്നു. എല്ലാ സാധനവും എല്ലാത്തിലേക്കും ഇപ്പം 300 പ്രോഡക്റ്റ് ആയി ഇപ്പം അതിനകത്ത്. അത് ശരി. ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡ് ആപ്പാണ് നമ്മുടെ FTS. എന്താണ് FTH ഡെയിലി. FTH ഡെയിലി എന്നുള്ള ആപ്പിൽ നിന്ന് നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ എല്ലാം വാങ്ങാം. പക്ഷേ അത് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പം ഞങ്ങൾ വേറൊരു ടെക്നിക്കൽ വശത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഓൾറെഡി ഫ്രഷ് ടു ഹോമിനെ നമ്മളൊരു എസ്റ്റാബ്ലിഷ് ആക്കിയല്ലോ. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളെ കൂടി നമ്മൾ ഫ്രഷ് ടു ഹോമിൽ കൂടി തന്നെ വിൽക്കുന്നതിനുള്ള ഒരു ടെക്നിക്കൽ കൊളാബറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതിൻ്റെ ഇപ്പം നമ്മൾ കേരളത്തിൽ അതിൻ്റെ ഒരു 10-30 പ്രൊഡക്റ്റുകൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ ഫ്രഷ് ടു ഹോമിലും അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒരു വ്യത്യസ്തമാർന്ന വേറൊരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ FTH ഡെയിലിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫ്രഷ് ടു ഹോമിൽ അന്ന് പർച്ചേസിങ് നിങ്ങളുടെ ഒരു വിജയം എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള മീൻ ഉടൻ തന്നെ പിടിച്ച ഉടനെ തന്നെ നമ്മൾ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ വാങ്ങുന്നു, കടപ്പുറത്തുനിന്ന് തന്നെ അത് വാങ്ങുന്നു, അല്ലാതെ മുന്നേ വാങ്ങുന്നു അല്ലേ? ആ മോഡൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോഴും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് പറഞ്ഞത് നമ്മൾ ചിക്കനൊക്കെ ചിക്മംഗ്ലൂർ അല്ലേ, അവിടെ നിന്നൊക്കെയാണ്. ഇപ്പൊ എങ്ങനെയാണ് അതൊക്കെ? ഇപ്പം ഞങ്ങൾ ചിക്കമംഗ്ലൂരിൽ നിന്ന് എടുക്കുന്നില്ല. ഇപ്പം ഞങ്ങളുടെ സ്വന്തം ചിക്കൻ വളർത്തി കർഷകരുമായി ചേർന്നുകൊണ്ട് ബാംഗ്ലൂർ ഔട്ടർ സിറ്റിയിൽ ഞങ്ങളുടെ സ്വന്തം ചിക്കനെ വളർത്തി, ഞങ്ങളുടെ സ്വന്തം കർഷകർ വളർത്തി, ഞങ്ങളുടെ സ്വന്തം തീറ്റ കൊടുത്ത്, ഞങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങൾ വളർത്തി ഫ്രഷ് ടു ഹോമിൻ്റെ സ്വന്തം കോഴിയാണ് ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റമർക്ക്. മീനിൻ്റെ പോലെ തന്നെ നമുക്ക് വിശ്വസിക്കാം. ഉറപ്പ്. നിങ്ങളുടെ 100%. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ല സാർ. നമ്മളിവിടെ വന്നിരിക്കുന്ന സമയത്തൊക്കെ താങ്കളൊരു സ്ഥാപനത്തിൽ, അത് എസ്പെഷ്യലി ഒരു മീൻ എന്ന് പറയുന്ന സീ ഫുഡ് കമ്പനിയിൽ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടിരുന്നതാണ്. അക്കൗണ്ടൻ്റ് ആയിട്ട് പോലും മീൻ തലയ്ക്ക് പിടിച്ച് ഇതിൻ്റെ പുറകെ പോയി ആദ്യം തുടങ്ങിയ ആപ്പ് പൊളിഞ്ഞു, അത് കഴിഞ്ഞുണ്ടാക്കി. അങ്ങനെയാണ് മിസ്റ്റർ ഷാനെ കാണുന്നത്. അവിടെ നിന്നാണ് വളർന്നത്. ഇന്ന് നിങ്ങളുടെ വാല്യുവേഷൻ എത്രയാണ്? ഞങ്ങളുടെ ലാസ്റ്റ് റൗണ്ട് വാല്യുവേഷൻ 4500 കോടിയുടെ മുകളിലാണ്. ആയിക്കോട്ടെ, ഒരു കേരള ബേസ്ഡ് കമ്പനിയാണ്. താങ്കൾ 4500 കോടി വാല്യുവേഷൻ കിട്ടിക്കഴിഞ്ഞു, 1100 കോടി വിറ്റുവരവും കഴിഞ്ഞത്. അപ്പോൾ ടെക്നോളജിയൊക്കെ ശരിക്കും അപ്ഗ്രേഡഡ് ആയി. ഇപ്പോൾ ടെക്നോളജി ഞങ്ങൾ ഡേ ടു ഡേ ഇമ്പ്രൂവ് ആയി അപ്ഡേറ്റ് ആക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ ബിസിനസ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അപ്ഡേറ്റ് ആക്കിയില്ലെങ്കിൽ അപ്ഡേറ്റ് ആക്കുന്നവൻ നമ്മുടെ പിന്നാലെ വരും. അപ്പോൾ നമ്മൾ ഔട്ടായി പോകും. അത് നമുക്ക് ഒത്തിരി ഉദാഹരണങ്ങളുണ്ടല്ലോ അല്ലേ? കാലത്തിനനുസരിച്ച് മാറാതിരുന്നാൽ നമ്മൾ ഔട്ടാവും. അത് സ്വാഭാവികമായിട്ടും ഔട്ടാവും. മാത്യു ജോസഫ് സാറിൻ്റെയും മിസ്റ്റർ ഷാൻ്റെയും ഈ പറയുന്ന ഫ്രഷ് ഹോമിൻ്റെയൊക്കെ കഥ ഇന്ന് എല്ലാവർക്കും ബൈഹാർട്ടായ കാര്യമാണ്. പക്ഷേ താങ്കളെ ഞാൻ ഇൻ്റർവ്യൂവിൽ ഞാനിന്ന് കാണുന്ന റോൾ എന്ന് പറയുന്നത് വേറൊരു റോളാണ്. കാരണം നിരവധി ചെറുപ്പക്കാർ സംരംഭം തുടങ്ങണം, നമ്മുടെ കേരളത്തിലൊരു സംരംഭകത്വ മൈൻഡ് സെറ്റ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന താങ്കളെപ്പോലുള്ള വ്യക്തികളുടെ ചേർന്ന് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ആദ്യത്തെ ചോദ്യം, നമുക്കൊരു എഡ്യൂക്കേറ്റീവ് ഇൻ്റർവ്യൂ തന്നെ ആവട്ടെ. ഈ സംരംഭം പല രീതിയിലുണ്ട്. ചിലരുണ്ട് തുടങ്ങാനായി കുറേ നാളായി, ചിലപ്പോൾ 6 മാസമായിട്ടുള്ള പ്ലാൻ ചെയ്തിട്ട്, ചിലപ്പോൾ 30 കൊല്ലമായിട്ടുണ്ട്. ഇവർ തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ജോലിയൊക്കെ ചെയ്ത് തട്ടിമുട്ടി മോനെ, എല്ലാവർക്കും ആഗ്രഹമാണ്. ഇത്തരക്കാരോട് എന്താണ് പറയാനുള്ളത്? അത് നമ്മളുടെ ഒരു ചിന്താഗതിയും സ്വപ്നം പോലെ ഇരിക്കും. എനിക്ക് ബിസിനസ്സുകാരനായേ പറ്റുമെന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. പക്ഷേ എല്ലാ ബിസിനസ്സുകാരനാകാൻ ആഗ്രഹിക്കുന്നവർ ഒരു ബിസിനസ് തുടങ്ങാൻ ചില കാര്യങ്ങളൊക്കെ വേണമെന്ന് നമ്മൾ തീരുമാനിച്ചു വയ്ക്കും. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയുമോ? അതെല്ലാം ആകട്ടെ എന്നിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് കൂടുതലുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ച് തുടങ്ങണം. എല്ലാം തികഞ്ഞിട്ട് ഒരുത്തനും തുടങ്ങിയിട്ടില്ല, തുടങ്ങാനും പറ്റിയില്ല. ഞാനും ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് കുറേ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു, ഇന്ന സാധനങ്ങളാകണം, ഇന്ന വേണമെന്ന്. അവസാനം ഞാൻ ഇറങ്ങി ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ 15,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എൻ്റെ സ്വപ്നവും അല്ല എൻ്റെ കണക്കൂട്ടും അനുസരിച്ച് കുറേ പൈസ കൂടി ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ആകാൻ പറ്റിയില്ല. അന്ന് 15,000 രൂപയ്ക്ക് മെറ്റീരിയൽ ചരക്കെടുക്കാൻ പോകുമ്പോൾ എനിക്ക് ചെമ്മീനോ മീനോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചതാണ് കക്കയിറച്ചി എന്ന സാധനം. അങ്ങനെ ഞാൻ 15 രൂപയുടെ കക്കയിറച്ചി എടുത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പോൾ ഞാൻ എന്നെ ഇതാക്കി പറഞ്ഞല്ല, അങ്ങനെ ആയിരിക്കണം. ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ളതിനെ നമ്മുടെ മൂലധനമാക്കി മാറ്റണം. അല്ലാതെ എനിക്ക് എല്ലാം തികഞ്ഞിട്ട് ഞാൻ ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞിരുന്നാൽ ആർക്കും തുടങ്ങാൻ പറ്റുമെന്ന് അല്ലേ? അപ്പോൾ എല്ലാം തികഞ്ഞിട്ടല്ല, ഉള്ളത് വെച്ച് തുടങ്ങണം. സാർ, ഞാൻ അടുത്ത ഒരു കാറ്റഗറി ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നേരത്തെ പറഞ്ഞ കൂട്ടർ തുടങ്ങുന്നില്ല എന്നുള്ളതാണ്. ചിലരുണ്ട് ഇത് തുടങ്ങി, ഇതിലേക്ക് ചാടി ഇറങ്ങി, രണ്ടും കൽപ്പിച്ചൊക്കെ ഇറങ്ങി. പക്ഷേ ഈ ഇറങ്ങിയതിന് ശേഷം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായി. ആദ്യം തന്നെ ധനനഷ്ടം വന്നു. ധനനഷ്ടത്തിൻ്റെ പുറകെ പിന്നെ മാനഹാനിയാണ്. നാട്ടുകാരുടെ, വീട്ടുകാരുടെ എല്ലാവരുടെയും പ്രഷറാണ്. ഇതുങ്ങൾ പാവം അതോടുകൂടി ഇട്ടിട്ട് വീണ്ടും ഏതെങ്കിലും പണി അന്വേഷിച്ചു പോകും. ഇത്തരക്കാരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അത്തരക്കാരോട് എനിക്ക് പറയാനുള്ള നിങ്ങൾ ബിസിനസ് തുടങ്ങരുതെന്നാണ്. കാരണം എന്താണെന്നറിയോ? ഒന്നുകിൽ അത് ആരോ പറഞ്ഞു കേട്ടിട്ടാണ്, അല്ലെങ്കിൽ അത് ആരോ ചെയ്യുന്ന കണ്ടിട്ടാണ്. അവൻ്റെ പാഷനായിട്ടല്ല അവൻ ഇറങ്ങിയേക്കുന്നത്.
ആ മനുഷ്യൻ്റെ പാഷനായിട്ടാണ് അവൻ ഇറങ്ങിയതെങ്കിൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. എന്തെല്ലാം തടസ്സങ്ങൾ ആരെല്ലാം പറഞ്ഞാലും എന്തൊക്കെ മാനഹാനി ഉണ്ടെങ്കിലും അതിനെ ഏറ്റവും നല്ല മനസ്സാരുടെയെന്ന് അറിയാം മനസ്സിലാക്കാൻ കാമുകന്മാരുടെ മനസ്സ് നോക്കണം. അത്തരം മനസ്സ് നമുക്ക് അത്തരം ഒരു ഇഷ്ടം നമുക്ക് എന്തിനോടാണോ അവിടെ ആയിരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ കാമുകം കൊള്ളാത്തവനായിരിക്കും, അവന് കൊള്ളിയല്ല. ആൾക്കാരുടെ മുമ്പിൽ കൊള്ളാത്തവനാ, വർത്താനം പറയാത്ത, കൂട്ടുകെട്ടില്ലാത്തവനൊക്കെ ആയിരിക്കാം. കാമുകിയെ സമ്മതിക്കില്ല. അതുപോലെ തന്നെ കാമുകി അങ്ങനെ തന്നെയാണ് അല്ലേ? ഞങ്ങളുടെ പറഞ്ഞ് തിരിപ്പിക്കാൻ നോക്കി അവൻ കള്ളുകൂടിയാണ് എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. ഞങ്ങളുടെ നാട്ടിൽ മൂശാട്ട പെണ്ണുങ്ങളെന്ന് പറയും ചിലവർ. അങ്ങനെയുള്ളവളെ കുറിച്ച് അവളുടെ കാമുകനോട് ചോദിച്ചു നോക്കിയേ. അത്തരം ഒരു മനസ്സ് നമുക്ക് എന്തിനോടുണ്ടോ അങ്ങനെയുള്ളവരെ ബിസിനസ്സിന് ഇറങ്ങാവും. അപ്പം തിരിച്ചടികൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇറങ്ങിയാൽ മതി. ഉറപ്പായിട്ടും. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നു, ഞാൻ തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെയുണ്ട്. എന്നിട്ടും ഞാനത് വിട്ടുപോയിരുന്ന എൻ്റെ വീട്ടിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടായിട്ടല്ല. എനിക്ക് ബിസിനസ്സുകാരനായേ പറ്റുള്ളൂ. എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ, അല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം ഏതെങ്കിലും വീഡിയോ കണ്ട് കോടീശ്വരനാവാന്ന് വിചാരിച്ച് ചാടി ഇറങ്ങി ആദ്യമൊന്നും നടക്കുന്ന ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. ഒരിക്കലും പാഷൻ്റെ പുറകെ പോകാത്തവരാണ് ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകുന്നവരെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ 2 വിഭാഗം കണ്ടുവെങ്കിൽ മൂന്നാമത്തെ ഒരു വിഭാഗത്തെ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ബിസിനസ്സിലേക്ക് ഇറങ്ങി അത്യാവശ്യം ചെറിയ വിജയങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് വളരുന്നില്ല, തട്ടിമുട്ടി അങ്ങ് പോവുകയാണ്. പറയുമ്പോൾ ഇവരൊരു ബിസിനസ്സുകാരനാണ്, പക്ഷേ ഒരു വൺ മാൻ ഷോയാണ്. സമൂഹത്തിൽ ആരെ നോക്കിയാലും ഇയാൾ ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് പറയും, പക്ഷേ ജോലി ചെയ്യുന്ന വരുമാനം പോലും ഉണ്ടാവില്ല. ഇതെന്താണ് കാരണം? ഇതിനെന്താണ് പരിഹാരം? അതവരാ ആ സ്കെയിലപ്പ് ചെയ്യാനുള്ള ഒരു കഴിവിൻ്റെ കുറവാണ്. 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, അവർ എല്ലാ ബിസിനസ്സുകാരുണ്ടല്ലോ, ഞാൻ കേരളത്തിൽ കണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നെഗറ്റീവ് പോയിൻ്റാണ്, എല്ലാം ഞാൻ തന്നെ ചെയ്താലേ ശരിയാവൂ എന്നൊരു ചിന്താഗതിയുണ്ട്. പെർഫെക്ഷനിസമാണ്. ഞാൻ മാത്രമേ ശരിയാകുള്ളൂ, ഞാൻ ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ, വേറെ ആര് ചെയ്താലും ശരിയാകുകയില്ല എന്നൊരു മറ്റുള്ളവരെ വിശ്വാസം ഇല്ലായ്മയുടെ നിന്നുണ്ടാകുന്നതാണ് ഇത് മുഴുവൻ. വിട്ടുകൊടുക്കില്ല. അപ്പോൾ എന്ത് പറ്റും? ദൈനംദിന കാര്യങ്ങളിലായിരിക്കും അവരുടെ ശ്രദ്ധ മുഴുവൻ. ഫ്രഷ് ടു ഹോം എന്തുകൊണ്ട് വളർന്നു എന്ന് പറഞ്ഞാൽ ഷാനോ ഞാനോ ഞങ്ങളുടെ കോ ഫൗണ്ടേഴ്സോ ഇന്നിവിടെ എന്ത് നടക്കുന്നു നോക്കാറേ ഇല്ല. തുടക്കം മുതൽ അങ്ങനെയാണ്. ഞങ്ങളിപ്പോൾ ഈ നമ്മുടെ പഴയ കാരണവന്മാർ പറയല്ലേ, പണം എപ്പോഴും നിൻ്റെ കൈ കൂടി തന്നെ വേണം പോകാൻ, അല്ലെങ്കിൽ ആരടിച്ചുകൊണ്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നൊരു വിശ്വാസമാണ് എൻ്റെ മനസ്സിലെങ്കിൽ ഞാനും ഷാനും രാവിലെ പോയിരുന്ന് ഇന്നത്തെ മുഴുവൻ പേയ്മെൻറ്റിൻ്റെയും വൗച്ചർ ഒപ്പിടേണ്ടി വരും. സാറേ, ഈ ചെറിയ കടകളിലിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ്റെ പിതാവ് അവനോട് പറഞ്ഞിരിക്കുന്നത്, നീ കൗണ്ടറിൽ ഇരുന്നില്ലെങ്കിൽ നിന്നെ പറ്റിക്കും. അത്തരം ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. നമ്മളെപ്പോൾ എന്ത് ചിന്തിക്കണമെന്നറിയാം? ഒരു ഓണർ എന്ന നിലയിൽ മിനിമം അടുത്ത 3 മാസം കഴിഞ്ഞാൽ ഞാൻ എവിടെയായിരിക്കണം, ഇതെവിടെ എത്തണം എന്ന് മാത്രമേ നമ്മളിന്ന് ചിന്തിക്കാവുള്ളൂ. അല്ലാതെ ഇന്ന് രാവിലെ ഇവിടെ നടക്കണം മുഴുവത്തിനകത്ത് നമ്മളിടപെട്ട് നമ്മൾ തല മുഴുവനകത്തേക്ക് അവിടെ 100 കാര്യങ്ങളുണ്ടെന്നേ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോയി പിന്നെ നാളത്തെക്കുറിച്ച് ചിന്തിക്കണം, വേറെ ആരെങ്കിലും ചിന്തിക്കുക. പക്ഷേ അവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ നമുക്ക് പലരെ ഏൽപ്പിക്കാം. അതിൽ 100 പേരെ നിങ്ങൾ ഏൽപ്പിച്ചാൽ 90 പേരും ചിലപ്പോൾ കൊള്ളാത്തവരായിരിക്കാം. ബാക്കി 10 പേരെ കിട്ടുമല്ലോ. ഇല്ല വേണ്ട പോട്ടെ 2 പേരെ കിട്ടുമല്ലോ. അങ്ങനത്തെ ഒരു ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്യാതെ ദൈനംദിന കാര്യങ്ങൾ ഞാൻ ചെയ്താൽ മാത്രമേ ശരിയാവൂ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും അവിടെ നടക്കുന്ന കാര്യങ്ങൾ തലയിടാൻ പോകുന്നവർക്ക് അതിനപ്പുറത്തേക്ക് പോകാനേ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഏത് ബിസിനസ് തുടങ്ങുന്നവരും നിങ്ങൾ ആദ്യം മുതൽ നിങ്ങൾ ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ കഴിവ് എടുക്കണം ഉറപ്പായിട്ടും. വേണമെന്നില്ല, മറ്റുള്ളവരെ വിശ്വാസവും വേണം. ചില മനുഷ്യർക്ക് വിശ്വാസം ഇല്ലായ്മ എന്നൊരു വലിയൊരു സാധനമല്ലേ ഇന്ന്. പക്ഷേ അന്നത്തെ പോലെ പൈസ ആരെങ്കിലും അടിച്ചുകൊണ്ട് വന്ന് പേടിക്കണ്ട. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു പൈസ പോയി അപ്പോൾ SMS വരികയല്ലേ. അപ്പോൾ അങ്ങേറ്റം പറ്റിച്ച് ഒരു പ്രാവശ്യം പറ്റിക്കുക, അവന് എത്ര ഒരു 5 മിനിറ്റ് പോലും അവന് പറ്റിക്കാൻ പറ്റും. 5 മിനിറ്റ് നമുക്ക് വിവരം അറിയും. ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ളപ്പോൾ ടെക്നോളജി ഉള്ളപ്പോൾ നമ്മളതൊന്നും ഉപയോഗിക്കാതെ നമ്മളെല്ലാം പെട്ടിപ്പുറത്ത് കയറി നിന്നൊരു കാര്യമുണ്ടാകും. നമ്മളെല്ലാം കൂടി കെട്ടിപ്പിടിച്ചിട്ട് കാര്യമില്ല. ധിരുഭായ് അംബാനി വർക്ക്ഷോപ്പ് തുടങ്ങിയ കാലത്തില്ലേ ഗുജറാത്തിൽ, ഞാനൊരു ധിരുഭായ് അംബാനി ഭക്തനായെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ജീവിതം ഞാനിങ്ങനെ അരിച്ച് കലക്കി പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ദുബായിൽ അവിടുന്ന് പുറത്തുനിന്ന് വന്നിട്ട് ഗുജറാത്തിൽ വർക്ക്ഷോപ്പ് തുടങ്ങിയപ്പോൾ ഇന്ത്യയിൽ അദ്ദേഹത്തെ പോലെ വർക്ക്ഷോപ്പുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഈ ആൾക്കാർ മുഴുവനും പുള്ളിയായിട്ടുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ബാക്കി വർക്ക്ഷോപ്പുകാരെല്ലാം അവരുടെ ഓരോ ദിവസം എടുക്കുന്ന നെട്ടും ബോൾട്ടും എല്ലാം അവരിയ്ക്കുന്ന പെട്ടിയുടെ അടിയിൽ അവരുടെ ലോക്കുമായിട്ട് ഇരിക്കുവാണ്. എന്നിട്ട് ഒരു വണ്ടി വന്നു അല്ലെങ്കിൽ ശരിയാക്കുമ്പോൾ എത്ര നെറ്റ് വേണം ബോൾ അവൻ തന്നെ എടുത്തു കൊടുക്കുള്ളൂ. കാരണം സൂക്ഷിക്കണ്ടേ, ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലെന്ന് ഓർത്തിട്ട് അവൻ തന്നെ സൂക്ഷിച്ച് കേൾക്കുമ്പോൾ അവൻ സൂക്ഷിച്ച് നിത്യമായി ചെയ്യുന്നുണ്ടെന്നാണ്. ധിരുഭായ് അംബാനി നെറ്റ് എടുക്കാനും ബോൾട്ട് എടുക്കാനും അതിൻ്റെ സിസ്റ്റം ഉണ്ടാക്കി എത്ര ബോൾട്ട് എടുക്കണം അതിന് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് അവൻ അടുത്ത വർഷം തുടങ്ങാൻ പോയി. അതുകൊണ്ടാണ് അദ്ദേഹം വളർന്നത്.
അതാണ് വിജയം എന്ന് അതാണ് വിജയം. അല്ലാണ്ട് ദൈനംദിന കാര്യങ്ങളിൽ ഇടപെട്ട് നിന്നാൽ ഒരിക്കലും ഒരു ബിസിനസ്സുകാരനും വലുതാകാൻ പറ്റില്ല. അവൻ അതിനകത്ത് നിന്ന് ചിലപ്പോൾ മിടുക്കനാവുമായിരിക്കും. അവിടെയാണ് അടുത്ത ചോദ്യം. ഞാൻ സ്റ്റെപ്പായിട്ട് പോകുന്നത്. ഇനി ഞാൻ ഒരു ബിസിനസ് കോച്ച് എന്നതിലേക്ക് ഞാൻ കണ്ടിട്ടുള്ളത്, അടുത്ത ലെവലിലേക്ക് എത്തുമ്പോൾ ചിലർ വിജയം നേടി, ശരിയാണ്, 1 കോടി വിറ്റുവരവ് അല്ലെങ്കിൽ ഒരു വർഷം 10 കോടിയൊക്കെ എത്തി, അത്യാവശ്യം കാര്യങ്ങളൊക്കെ, നല്ല കാറുണ്ട്, കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിനങ്ങോട്ട് വലുതാക്കാൻ എന്തോ ഒരു തടസ്സം ഇവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അങ്ങോട്ട് സ്കെയിലപ്പ് ചെയ്യാനായിട്ടുള്ള സ്കിൽസ് ഇവരുടെ ഇല്ല. അപ്പോൾ ഒരു കാര്യം താങ്കൾ പറഞ്ഞത് ശരിയാണ്, നല്ലൊരു ടീമിനെ പടുത്തുയർത്തുക എന്നുള്ളതാണ്. പക്ഷേ സ്കെയിലപ്പ് ചെയ്യാൻ ആവശ്യം ഈ ദുട്ട് മണി എന്ന് പറയുന്നൊരു സാധനം ഇല്ലാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇവരൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന കോടീശ്വരന്മാരൊന്നുമല്ല. അവിടെയാണ് ഈ ഫണ്ടിങ് എന്ന് പറഞ്ഞൊരു സാധനം. ഇതില്ലാതെ ചിലപ്പോൾ നമുക്ക് വളരാനും പറ്റില്ല. ചിലർ ഈ ബിസിനസ്സിൽ പണം ഇട്ടിട്ട് വളരുന്നവരുണ്ടാവും. ഈ ഫണ്ടിങ്, അതിൻ്റെ പ്രസക്തി അതെങ്ങനെയാണ് കിട്ടുക? അതിനാദ്യം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിന് മുമ്പ് ബിസിനസ്സുകാരുടെ ഒരു അടിസ്ഥാന സാധനം ഞാൻ പറയാം. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ബിസിനസ് തുടങ്ങാൻ പലരെ കൊണ്ടും പറ്റും. ഒരു ബിസിനസ് പൂട്ടിക്കെട്ടാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷെ ഒരു ബിസിനസ് കൊണ്ടു നടക്കാൻ ചിലരെ കൊണ്ടേ പറ്റുള്ളൂ. ആ ചിലരാവുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇപ്പം ഈ പറഞ്ഞില്ലേ ഫണ്ടിങ്, വളരണമെന്ന ആഗ്രഹമുള്ളവനേ ഫണ്ടിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ അങ്ങനെ ആഗ്രഹമുള്ളവൻ ആദ്യത്തെ ദിവസം മുതൽ പ്രൊഫഷണലായിട്ട് വേണം അവൻ്റെ അക്കൗണ്ട്സും അവൻ്റെ പേപ്പറും അവൻ്റെ കമ്പനിയും കൊണ്ടുപോകാൻ. അതായത് ഫണ്ട് ഇടാൻ വരുന്നവൻ അന്നത്തെ കമ്പനിയുടെ അവസ്ഥയല്ല നോക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി തുടങ്ങിയ കമ്പനിയാണെങ്കിൽ ആ തുടക്കം മുതൽ ഈ കമ്പനി എങ്ങനെയായിരുന്നു, എങ്ങനെയാണിത് അക്കൗണ്ട്സ് ഡീൽ ചെയ്തത് എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായും വിശദമായും അരിച്ച് കലക്കി പഠിക്കുവാൻ. അപ്പോൾ നമ്മൾ സുതാര്യമായ ബുക്കുകളും സുതാര്യമായ ഡീലിങ്സും ആയിരിക്കണം നമ്മളെപ്പോഴും കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പം ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, GST കൊടുക്കുന്നതിൽ അതാണ് ലാഭം, അതെന്തോ വലിയ നേട്ടമാണെന്ന് കരുതി പറയുന്ന ആൾക്കാരുണ്ട്. ബില്ലില്ലാതെ വെക്കുക, ബില്ലില്ലാതെ വിൽക്കുക, ഇൻകം ടാക്സ് കൊടുക്കുന്നതിൽ 2 ലക്ഷം രൂപ പറ്റിച്ചെടുത്താൽ അതെന്തോ വലിയ നേട്ടമാണ്, അത് പുള്ളി നേടിയെന്തോ വലിയ കാര്യമാണെന്ന രീതിയിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും ഈ ഫണ്ടിങ് എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. നമ്മൾ കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കുകയും കൃത്യമായി കണക്കെഴുതുകയും സുതാര്യമായി ആർക്കും വന്ന് നോക്കിക്കോട്ടെ, ആർക്കും നോക്കാവുന്ന സുതാര്യമായ ബുക്കുകളും അക്കൗണ്ട്സും സുതാര്യമായ ടീമും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഫണ്ടിങ്ങോട്ട് ആൾ വരുള്ളൂ. അതാണ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റേണ്ട ഒരു കാര്യം. ഞാനിത് പറയുന്നത് ഒരു കൂടുതലും മലയാളി ബിസിനസ്സുകാരെ സംബന്ധിച്ചാണ്. നമ്മുടെ നാട്ടിലൊരു പ്രൊഫഷണലിസത്തിൻ്റെ കുറവ് ഭയങ്കര കൂടുതലാണ്. പ്രൊഫഷണലിസം ഉള്ള വളരെ കുറച്ച്, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരല്ലാതെ പഴയവർ വലിയവരായാൽ പോലും പ്രൊഫഷണലിസവും ടെക്നോളജിയും വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഫണ്ടിങ്ങിലേക്ക്, ഇപ്പോൾ കേരളത്തിലെ എല്ലാ കമ്പനികളും എടുത്തു, ഫണ്ടിങ് വന്ന കമ്പനികൾ ഈ അടുത്ത കാലത്തുണ്ടായ കമ്പനികളാണ് അല്ലേ. പഴയ ഒരു കമ്പനിയിലേക്കും ഫണ്ടിങ് വന്നതായിട്ട് കാരണം ഞാൻ 2012 സീറ്റ് ഹോം തുടങ്ങുന്ന സമയം വരെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഫണ്ടിങ്ങുമായിട്ട് ആൾക്കാർ വരും, അങ്ങനെയുള്ള വെഞ്ചർ ക്യാപിറ്റൽ കമ്പനികളുണ്ട് എന്നത്. അത് എൻ്റെ ഒരു കുറവ് മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ബിസിനസ് രംഗം അങ്ങനെ ആയിരുന്നു. അതുകൂടി കൊണ്ടാണ്. സാർ, അതുപോലെ തന്നെ ഒരു ചോദ്യം, ഫണ്ടിങ്ങിൻ്റെ ഭാഗം താങ്കൾ പറഞ്ഞു, ഒരു ഭാഗം അതാണ്. ഈ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അവർ നോക്കുന്നത് താങ്കളുടെ പാസ്റ്റാണ്. അതെ, നിങ്ങൾക്കൊരു പാസ്റ്റ് സ്ട്രോങ് ആണോ, ട്രാൻസ്പെറൻസി ഉണ്ടോ എന്നുള്ളതാണ്. ഫ്യൂച്ചർ അവർ നോക്കുന്നില്ല. നമ്മുടെ ഒരു ബിസിനസ് മോഡൽ എന്താണ് അവർക്ക് അതറിയണ്ടേ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്നെന്നുള്ള കാര്യങ്ങൾ നോക്കുന്ന ഓണറാണെങ്കിൽ ഒരിക്കലും ഒരു ഫണ്ട് ചെയ്യില്ല. നിങ്ങൾ അവർ വരുമ്പോൾ കഴിഞ്ഞ 5 വർഷം മുതൽ നിങ്ങൾ നോക്കിയോ, അതിനുള്ള ബുക്കുകളുണ്ട്, ഡാറ്റകളുണ്ട്, ആ ഡാറ്റകൾ നിങ്ങൾക്ക് നോക്കിയോ. പിന്നെ അടുത്ത 5 വർഷം കഴിഞ്ഞെന്താവും അത് ഞാൻ പറയാം. ഈ 2 സാധനം കൂടി ക്ലബ് ചെയ്ത് അവരെ കാണിച്ചാൽ മാത്രമേ അവർക്ക് നമ്മളിൽ ഫണ്ട് ഇടാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. 5 വർഷം കഴിഞ്ഞ 5 വർഷം നോക്കാൻ ആർക്കും നോക്കാം. എൻ്റെ ബുക്കുണ്ട്, എൻ്റെ പേപ്പറുണ്ട്, എൻ്റെ അക്കൗണ്ട്സ് ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് നോക്കാം, ഓപ്പണാണ്. പക്ഷേ അടുത്ത 5 വർഷം എന്താണ് അത് ഞാൻ പറയാം. അത് ഞാൻ ദൈനംദിനം ഇതിനകത്തിരുന്ന് ഇതിലെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരാളെ എനിക്ക് പറയാനേ പറ്റില്ല. ഫ്രഷ് ടു ഹോം 2015 ഉണ്ടാക്കിയപ്പോൾ 2000 എന്തായിരിക്കണമെന്ന് എഴുതി വെച്ച പേപ്പർ ഇപ്പോഴും ഞങ്ങളുടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ 2015 തുടങ്ങിയ കമ്പനിയിൽ താങ്കൾക്ക് ഇപ്പോൾ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ഫ്രഷ് ഹോമിലേക്ക്? ഞങ്ങളിപ്പോൾ ഏകദേശം 2400ഓളം കോടി രൂപ വന്നിട്ടുണ്ട്. 2400 കോടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്. അവിടെയാണ് അടുത്ത ചോദ്യം. പലരിലേക്കും ഈ തുടങ്ങുന്നതിന് ഫണ്ട് അന്വേഷിച്ച് നടക്കുന്നവരുമുണ്ട്, ഇത് വളർത്താൻ ഫണ്ട് അന്വേഷിച്ച് നടക്കുന്നവരുണ്ട് അല്ലേ. ഈ തുടങ്ങുന്നതിന് ഫണ്ട് അന്വേഷിച്ച് നടക്കുന്നവരോട് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അവർ ഈ പണി നിർത്തി വേറെ പണിക്ക് പോകണമെന്ന് എപ്പോഴും നമ്മളെ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു ചില ആൾക്കാരുണ്ട്, ഞാൻ പലപ്പോഴും പോകുമ്പോൾ ചില കുട്ടികളുണ്ട്, അവർ ബിസിനസ് തുടങ്ങുന്നത് തന്നെ അവർ ആദ്യത്തെ ചോദ്യം ഫണ്ട് എവിടെ നിന്ന് കിട്ടുമെന്നാണ്. ഇപ്പോൾ ഫ്രഷ് ടു ഹോം എങ്ങനെ ഉണ്ടായി?
സീറ്റ് ഹോം ഉണ്ടായി. ഞാൻ 2 വർഷം എൻ്റെ സ്വന്തം ഫണ്ട് വെച്ചിട്ട്, എൻ്റെ വലിയ ഫണ്ടുകാരനോ ഞാൻ ബിസിനസ് മുതലാളിയോ ഒരു ബിസിനസ് ഫാമിലി ജീവിച്ച ആളൊന്നുമല്ല, എൻ്റെ സാഹചര്യങ്ങൾ വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തത് വെച്ച് ഞാൻ 2 വർഷം സീറ്റ് ഹോം ഓടിച്ച് ബോധ്യപ്പെടുത്തി അത് പ്രൂവ് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഷാനും ആൾക്കാരും എൻ്റെ കസ്റ്റമറായിരുന്നു, അവരെന്നെ തിരക്കി വരുന്നതും. അങ്ങനെയാണ് ഞങ്ങൾ ഫ്രഷ് ഹോം ഉണ്ടാകുന്നതും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും നിങ്ങൾ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, ആരുടെ കെട്ടുതാലിയായിരിക്കാം വീടിന്റെ ആധാരമായി, എന്തായാലും അത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ആശയത്തെ പ്രാവർത്തികമാക്കി പ്രൂവ് ചെയ്ത് നിങ്ങൾ കാണിക്കണം. എന്നിട്ടേ നിങ്ങൾ ഫണ്ടിങ്ങിന് പോകാവൂ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ, ഇപ്പോൾ എൻ്റെ ഐഡിയ നല്ല ഐഡിയ എന്ന് വെച്ചു, ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പിച്ച് ചെയ്യുമ്പോൾ കുറച്ച് പൈസ കിട്ടിയെന്നിരിക്കും. ഇപ്പോൾ 1 കോടി 2 കോടി കിട്ടി, പക്ഷേ എൻ്റെ ഐഡിയ നല്ലതായതുകൊണ്ട് അവരിട്ടു. പിന്നെ എന്ത് പറ്റും? ആ പൈസ മുടക്കിയവൻ്റെ സ്വപ്നങ്ങളുടെ പിന്നാലെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. മീൻസ് അദ്ദേഹം അവന് വേണ്ടി പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ സ്വപ്നം എന്താണെന്ന് ആൾക്കാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പ്രൂവ് ചെയ്യണം നമ്മൾ, എന്നിട്ടേ നമ്മൾ ഫണ്ടിങ്ങിന് പോകാവൂ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ശരിയാകാം തെറ്റാകാം. അവിടെയാണ് ആ ഉപചോദ്യം തന്നെ. നമ്മുടെ നാട്ടിൽ ഈ സ്റ്റാർട്ടപ്പ് സത്യത്തിൽ ഞാൻ പറയാതെ തന്നെ സമൂഹത്തിലും സാറിനൊക്കെ അറിയാം, ഒരു ഡോക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ, ലോയേഴ്സോ അല്ലെങ്കിൽ പറയുന്ന ചാർട്ടർ അക്കൗണ്ട്സ് പ്രൊഫഷണൽസിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 5% ആയിരിക്കും, 95%. പക്ഷേ ഒരു ബിസിനസ് തുടങ്ങുന്നവരിൽ 95% സ്ട്രഗിൾ ചെയ്യുന്നവരോ ഫെയിലിയറാണ്. 5% പേരെ നമ്മൾ വിജയിച്ച് കാണുന്നുള്ളൂ. കാരണം ഒരു ഡോക്ടർ ചിലപ്പോൾ സർജറി അത് പഠിച്ചിട്ടാണ് സർജറി, പക്ഷെ ഇവിടെ അങ്ങനെ പഠിച്ചിട്ടല്ല വരുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളുടെ ഒരു എന്താ പറയുക, ഒരു ഒഴുക്കാണ് ഇവിടെ. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അന്ധമായിട്ട് സ്റ്റാർട്ടപ്പ് ഈ അതും ടെക്കി കമ്പനികളും ചിലപ്പോൾ ഒന്നും അവരുടെ കയ്യിലൊരു ബിസിനസ് മോഡൽ പോലും ഇല്ലാതെയാണ് ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇത്തരക്കാരോട് എന്താണ് പറയാനുള്ളത്? വളരെ ശരിയാണ്. ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് മീറ്റിങ്ങിന് പോയപ്പോഴേ 2 പിള്ളേർ വന്നു. അവരുടെ സിഇഒയും കാർഡൊക്കെ അടിച്ച് കമ്പനി കൊണ്ട് എല്ലാം ഉണ്ട്, ഒന്നും തുടങ്ങിയിട്ടില്ല. ആദ്യത്തെ ചോദ്യം തന്നെ, സാർ ഫണ്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ്. ബിസിനസ്സും ഇല്ല, മോഡലും ഒന്നും തുടങ്ങിയിട്ടില്ല. എവിടുന്ന് ഫണ്ട് കിട്ടും, എങ്ങനെയാണ് ഫണ്ടിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് അവരുടെ ചോദ്യം. അങ്ങനെയുള്ളവർ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകൾക്കുണ്ടാകുന്നതാണ് ഈ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ആരെങ്കിലൊക്കെ വിജയിച്ചു, ചില കമ്പനികൾ വിജയിച്ചു എന്ന് കണ്ടുകൊണ്ട് എല്ലാവരും സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് കാര്യമില്ല. ഇല്ലേ, ഡോക്ടറാകാൻ യോഗ്യതയുള്ള ഡോക്ടറാകണം. ഡോക്ടറാകാൻ യോഗ്യതയുള്ള ഒരാൾ ബിസിനസ്സുകാരനായിട്ട് ഒരു കാര്യമില്ല. തീർച്ചയായും ബിസിനസ്സുകാരനാകാൻ, ഇപ്പം ഞാൻ ഒരു ബിസിനസ്സുകാരൻ, എന്നെ പിടിച്ച് എൻ്റെ അപ്പം പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ നോക്കി നടക്കില്ലെന്ന്. ഞാൻ ബിസിനസ്സുകാരനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കുള്ള അവനവൻ്റേതായ ഒരു കഴിവുണ്ട്. എല്ലാവർക്കും അവനവൻ്റേതായ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയെ കണ്ടെത്തി അവനവൻ്റെ പാഷൻ കണ്ടെത്തിയിട്ടേ പോകാവൂ. അപ്പോൾ ഈ പുതിയ സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ ഇതിനൊരു നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്പുകൾ വരുന്നു. കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളുടെ കാലമാണെന്നൊക്കെ പറയാം. പക്ഷേ ഇതിൽ കൂടുതൽ ശതമാനവും പരാജയപ്പെട്ടു പോകുന്ന സ്റ്റാർട്ടപ്പുകളാണ്. ആ പരാജയം നാളെ വരാൻ പോകുന്നവർക്ക് കൂടി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാണുന്നവരൊക്കെ കാണുന്നത് ഫെയിലിയറാണ്. ഫെയിലിയർ ആകുമ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. അതാണ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ്. ആ നെഗറ്റീവിനപ്പുറത്ത് പക്ഷേ വിജയിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് ആദ്യം നിങ്ങളുടെ പാഷൻ ഇതാണോ എന്ന് കണ്ടെത്തിയിട്ട് വേണം ഇതിനിറങ്ങാൻ. പിന്നെ ഏത് മേഖലയിൽ ഇറങ്ങണം, എന്താണ് എൻ്റെ പ്രൊഡക്റ്റ്, IT ആണോ അതോ വേറെ എന്തെങ്കിലും, എന്നൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തി എല്ലാം റെഡിയാക്കിയിട്ട് നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങാവൂ. അല്ല ഇതൊന്നും പഠിക്കാതെ പോയാൽ നമുക്ക് എവിടെ ചെന്ന് എങ്ങനെ ചെയ്യണം, എന്ത് പറയണമെന്ന് അറിയാൻ മേലാത്ത അവസ്ഥയാവും. ഡോക്ടർമാർ വിജയിക്കുന്ന അവർ 5 വർഷം പഠിച്ചിട്ടാണ് ഡോക്ടറായത്. അത് കഴിഞ്ഞ് അവൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ മാതിരി നമ്മളും പഠിച്ച് പറഞ്ഞ് നമ്മുടെ പാഷനും നമ്മുടെ ഇൻട്രസ്റ്റും ആ മേഖലയെക്കുറിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനിടയിൽ അടി കിട്ടും, പക്ഷേ അടി കിട്ടുന്നാലും എഴുന്നേറ്റ് വരും. കാരണം എനിക്കത് ആയേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ മീനല്ലാതെ വേറൊരു കമ്പ്യൂട്ടറാണ് ഞാൻ തുടങ്ങിയത്, ഞാൻ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. താങ്കൾക്ക് അറിയാവുന്നത്, എനിക്ക് അറിയാവുന്ന പണി അതേ ഉള്ളെന്ന്. എനിക്ക് അറിയാവുന്നതും എനിക്ക് ഇഷ്ടമുള്ളതും എനിക്ക് താല്പര്യമുള്ളതും ആ സാധനമാണ്. അതുകൊണ്ട് അതിനെ ഞാൻ പോകാം, അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അത്രേ ഉള്ളൂ. ഒന്നുമില്ലാതെ വെറുതെ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ടാണ് കാര്യമില്ല. അവിടെ ഒരു ചോദ്യം, പല സ്ഥാപനങ്ങളിലും ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമുക്കൊരു എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പക്ഷേ എവിടെയോ വെച്ച് ബിസിനസ് തലയ്ക്ക് പിടിച്ച് അത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? നഷ്ടം സഹിച്ച്, ശരിയാണ്, നമ്മൾ തിരിച്ചടി ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും വരണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എവിടെയൊക്കെ ഒരു എക്സിറ്റ് പോയിന്റ് വേണ്ടേ? എന്തുകൊണ്ടാണെന്നറിയാം, അത് ഈ മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ളൊരു ദുരഭിമാനം എന്ന് പറയും. ഞാനൊരു ബിസിനസ് തുടങ്ങി, എനിക്കത് വിജയിക്കുന്നില്ല എന്ന് കണ്ട് ആദ്യം ഞാൻ എന്ത് ടെസ്റ്റ് ചെയ്യണമെന്നറിയോ? ഞാൻ തന്നെ അത് വീണ്ടും ഒന്നുകൂടി നടത്തി നോക്കും. എന്നിട്ടും രക്ഷയിൽ പിന്നെ ഞാൻ എന്ത് ചിന്തിക്കണം, ഇത് എൻ്റെ മാനേജിങ് കപ്പാസിറ്റിയുടെ കുറവാണ്. പക്ഷേ എനിക്കൊരു ടീമുണ്ടെങ്കിൽ അത് ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ഇനി അല്ലെങ്കിൽ തന്നെ അപ്പോൾ ഒരു മാനേജ് ചെയ്യാവുന്ന ഒരു ടീമിനെ നമ്മൾ ഉണ്ടാക്കി അവരെ കൊണ്ട് നോക്കണം. എന്നിട്ടും നടന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലായി ഇത് നഷ്ടത്തിലാണ്. അങ്ങനെ നമുക്ക് ബോധ്യപ്പെടുന്ന ഏത് പോയിൻ്റാണോ ആ പോയിന്റിൽ നമ്മൾ അടച്ചു പൂട്ടിക്കണം.
നമ്മളല്ലാതെ നഷ്ടം വന്നിട്ട് അത് വീണ്ടും വീണ്ടും ചുമന്നുകൊണ്ട് പോയി ഒടുവിൽ നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു. സമൂഹത്തെ കാണിക്കാൻ വേണ്ടി, അതായത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് പറയും, എൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പ് ഞാനത് പൂട്ടിയാൽ താന്നു പോയല്ലേ, എൻ്റെ അഭിമാനം താഴെ പോയല്ലേ എന്നൊക്കെയുള്ളൊരു ദുരഭിമാനമുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം റിലയൻസ്. അവരെത്രയോ പമ്പുകൾ തുടങ്ങി, നഷ്ടമായതൊക്കെ അവർ പൂട്ടിയെന്ന് അപ്പം പൂട്ടും. അല്ലാതെ ഇതിനൊന്നും ദുരഭിമാനം വെക്കരുത്. നാളെ ഞാൻ പോകുന്ന ബിസിനസ് ഇത് മുന്നോട്ട് പോവുകയില്ല, ഇത് എന്നെയും കൊണ്ടേ പോകുമെന്ന് കണ്ടാൽ അപ്പം പൂട്ടിൻ്റെ അടുത്ത് തുടങ്ങിക്കണം. നമുക്ക് ഇഷ്ടമുള്ള അടുത്ത സാധനം ഏതാണോ അത് നോക്കിക്കണം. അല്ലാതെ നമ്മൾ നഷ്ടമാണെന്ന് എല്ലാ വശങ്ങളും ടെസ്റ്റ് ചെയ്ത് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെയും നമ്മൾ അതിനെ ചുമക്കുന്നത് നമ്മുടെ മണ്ടത്തിനാണ്. അതൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളൊരു പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നമായിരിക്കാം, സർവീസ് ആയിരിക്കാം, അതിൽ ലാഭമില്ലെങ്കിൽ അത് നിർത്തണം. അതിനകത്തൊന്നും ആരെന്ത് വിചാരിച്ചിട്ട് നമുക്കെന്ത് കാര്യമൊന്നും, നാട്ടുകാരെന്തെങ്കിലും പറയുമെന്നെങ്കിൽ അവരെന്തെങ്കിലും പറയട്ടെ. നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെവി കൊടുക്കുന്നത്? നമ്മൾ നമ്മുടെ തീരുമാനവും നമ്മുടെ ഇതുമായിട്ട് മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഒരിക്കലും മലയാളികൾ ദുരഭിമാനം ബിസിനസ്സിനകത്ത് വെക്കരുത്. ആരെങ്കിലും വിചാരിച്ചോട്ടെ, ഒന്നും കുഴപ്പമില്ല എന്നാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. സാർ, നമ്മുടെ നാട്ടിലൊരു പ്രവണത എന്ന് പറയുന്നത് മക്കളെ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്ക് ഉള്ള ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഈ മാതാപിതാക്കളുടെ പുറകിൽ നിന്നുള്ളൊരു വലി, നമ്മൾ ചെറുപ്പക്കാരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു പരിശ്രമം, അത് ലോകത്ത് എവിടെയും കാണാത്ത ഒരു ശ്രമം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഗതികേട് കൊണ്ടായിരിക്കും ഇന്ന് പിള്ളേർ ഇവരെയും തള്ളി നേരെ പഠനമെന്ന് പറഞ്ഞു പഠനത്തിന് വിടും. അത് വീട് പണയം വെച്ചിട്ടാണെങ്കിലും വിടും. പക്ഷെ അവിടെ പോയി അവർ പണി ചെയ്യുന്നത് മാക്ഡൊണാൾഡ്സിലായിരിക്കാം. അപ്പോൾ ഈ മാതാപിതാക്കളുടെ ഈ തിരിച്ചിങ്ങനെ പിടിക്കുന്നതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു സംസ്കാരം അവർക്ക് നൽകിയിട്ടുള്ളൊരു പാഠമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു രാഷ്ട്രീയ ചില സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില സാധനങ്ങളുണ്ട്. ഒന്നെങ്കിൽ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം. കാരണം ബിസിനസ്സുകാരെ കള്ളന്മാരാണല്ലോ. സ്വപ്നത്തിൽ എന്നത് മറു സ്വപ്നത്തിൽ പോലും ഇല്ല. ബിസിനസ്സുകാരെല്ലാം കള്ളന്മാർ, നാട്ടുകാരെ ഊറ്റി കുടിക്കുന്നവരെന്നൊക്കെയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഏതെങ്കിലും ആയാലേ ഒരു രക്ഷപ്പെടുകയുള്ളൂ. പിന്നെ നമ്മുടെ മാതാപിതാക്കൾ മക്കളോട് സ്നേഹം കൂടുതലുള്ളതുകൊണ്ടാണ് എല്ലാവരും എൻ്റെ മകൻ എൻ്റെ മകളെപ്പോഴും സേഫ് സോണിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ മാതാപിതാക്കൾ. അതുകൊണ്ട് എനിക്ക് ആ മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ജീവിച്ച കാലമേ അല്ല ഇത്. ആ കുട്ടികൾക്ക് എന്തിനോടാണോ താല്പര്യം അതിനെല്ലാം സാമ്പത്തികമായി ഭദ്രത നേടാനുള്ള എല്ലാ സാഹചര്യവും ഇന്ന് ലോകത്തുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന വലിയ മാർക്കറ്റാണിത്. ഈ മാർക്കറ്റിനെ നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ പരസ്യം കണ്ടിരുന്നു. ഫ്രണ്ട് പേജിൽ MBBS അഡ്മിഷൻ കിട്ടിയ കുറേ പേരുടെ ഫോട്ടോയൊക്കെ വെച്ച്. സത്യം പറഞ്ഞാൽ ഈ കുട്ടികൾ നാളെ MBBS വരെയിട്ട് എന്ത് ചെയ്യും? ഇവരൊരു 10% പേര് ഗവൺമെൻറ് ജോലി കിട്ടുമായിരിക്കും. ഒരു 10% പേര് കുറച്ചുകൂടി വലിയ റിസർച്ചുകളൊക്കെ ആയിട്ട് പോകും. ബാക്കിയുള്ളവർ എന്നെപ്പോലെ 10ാം ക്ലാസ് വരെ 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വന്ന് ജോലി ചെയ്യുന്നു ഇല്ല? തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ എന്നുവെച്ചാൽ ഞാൻ അവരെ ഡോക്ടർമാർ വേണം, അവരുടെ കഴിവ്, എനിക്ക് ഡോക്ടർ എല്ലാവരും വേണം. പക്ഷെ അതിനോടൊപ്പം ഈ അതിനോടൊപ്പം നമ്മൾ സംരംഭകത്വവും വേണം. ഈ പഠിച്ചിറങ്ങിയ ഡോക്ടർമാർക്ക് ജോലി കിട്ടാനുള്ള സ്ഥാപനങ്ങൾ വേണ്ടേ? അതൊരു ബിസിനസ്സുകാരനിൽ തുടങ്ങാൻ പറ്റും. എഞ്ചിനീയർ ആയവർക്ക് ജോലി കൊടുക്കാൻ, അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കാൻ വേണ്ട സ്ഥാപനങ്ങൾ ഉണ്ടാകണ്ടേ? അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇല്ലാണ്ട് വരുമ്പോഴാണ് നമ്മൾ കുട്ടികളെ പുറത്തേക്ക് വിടുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതിനുള്ള സാമ്പത്തികം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരിവിടെ നിന്നേനെ. അതുകൊണ്ട് അതിനോടൊപ്പം എന്ന് വെച്ചാൽ എല്ലാവരും ബിസിനസ്സുകാരായിട്ടും പറ്റിയല്ല, ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, എല്ലാവരും വേണം നമുക്ക്. അതിനോടൊപ്പം തന്നെ നമുക്ക് സംരംഭകരെയും ബിസിനസ്സുകാരെയും വേണം. അതിന് മാതാപിതാക്കളും കൂടി മനസ്സ് വയ്ക്കണം. അതുകൊണ്ട് സേഫ് സോണിൽ മാത്രം നിർത്തരുത്. ആരെയെങ്കിലും കുറച്ച് പേരൊക്കെ എന്നെപ്പോലെ ഒന്ന് പുറത്തിറക്കിയേക്ക് വിടണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെ സാർ, പൊതുവേ നമ്മുടെ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. രാഷ്ട്രീയപരമായൊക്കെ മാറ്റി നിർത്താൻ, നമ്മൾ രാഷ്ട്രീയം പറയാനുള്ള വേദിയല്ല ഇത്. എങ്കിലും താങ്കളും സഞ്ചരിക്കുന്ന ആളാണ്, യാത്രകൾ ചെയ്യുന്നതാണ്, ഞാനും യാത്രകൾ ചെയ്യുന്നതാണ്. വിദേശത്തായിരിക്കാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഇപ്പം തമിഴ്നാട്ടിൽ പോയാൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണിലൊരു തിളക്കവും നമ്മളോടൊരു ബഹുമാനമുണ്ട്. കേരളത്തിലതില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുമ്പോൾ തന്നെ അവങ്കളനാണെന്നോ അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് എവിടെ നിന്നൊക്കെയോ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്നതാണോ? ഇതിലൊരു മാറ്റം വരണ്ടേ? അതിനുള്ള പ്രസക്തി എന്താണ്? നമ്മളൊരു സംരംഭകത്വം അല്ലെങ്കിൽ സംരംഭകരിവിടെ ഉണ്ടാവേണ്ട ആവശ്യം എന്താണ്? ഇത് നമ്മുടെ ഒരു സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടുകളിലൂടെ തീർത്ത് വെച്ചിട്ടുള്ള ചില സങ്കല്പങ്ങളുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ചൊരു ബിസിനസ്സുകാരൻ എന്ന് പറയുന്നവന് കൊടുക്കുന്നൊരു സ്റ്റാറ്റസ് ഉണ്ട്. ഈ അടുത്ത കാലത്താണ് ഇപ്പം ഞാനും ഒരു മീൻ കച്ചവടക്കാരൻ, ഒരു ബിസിനസ്സുകാരനായി എനിക്ക് പോലും ചില ആൾക്കാരിൽ നിന്നൊരു സ്നേഹവും ബഹുമാനവും കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്കും ഒരു 10 വർഷം മുമ്പ് ബിസിനസ് ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. അവരോട് ഞാൻ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ കാലത്ത് ഞങ്ങളൊരു സ്ഥലത്തോട്ട് ചെന്നാൽ
അവൻ ഞങ്ങളെയൊക്കെ ഊറ്റിയെടുക്കുന്നവൻ, ഞങ്ങളെയൊക്കെ കൊന്ന് ഞങ്ങളെയൊക്കെ രക്തം ഊറ്റി കുടിക്കുന്നവൻ എന്നുള്ള ഒരു മനസ്സുകൊണ്ടാണ് ആൾക്കാർ അവർ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലം ഇനിയെങ്കിലും നമ്മൾ അതിൽ നിന്നൊക്കെ പുറത്തു വരണം. ഇന്ന് ലോകം ഭരിക്കുന്നതൊക്കെ ബിസിനസ്സുകാരാണ്. നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് എത്ര പ്രാവശ്യം പറയും ഒരു ദിവസം? അതിനേക്കാൾ എത്രയോ പ്രാവശ്യം ഇലോൺ മസ്കിനെ കുറിച്ച് പറയും. അതിനേക്കാൾ എത്രയോ പ്രാവശ്യം ഗൂഗിളെന്നും ഫേസ്ബുക്കെന്നും പറയും. ലോകത്ത് ഏത് വലിയ രാഷ്ട്രീയക്കാരനും ഏത് വലിയ രാഷ്ട്രീയ നേതാവിനും ഏത് സെലിബ്രിറ്റിയേക്കാളും വലുതാണ് ഇത് ലോകത്തിലെ ബിസിനസ്സുകാരല്ലേ? അംബാനി അഡാനി എന്ന് പറയാത്തൊരു ദിവസം ഒരു ദിവസം ഉണ്ടാ. ഇന്ന് പറഞ്ഞവർ ആ ഒരു കാലത്തിലേക്ക് നമ്മൾ മാറണം. നമ്മളിങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് പറയും, അവർ വലിയവരാണ്. ഇപ്പം ഞാൻ പറയാം, നാളെ കേരളത്തിൽ സാംസങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഹുണ്ടായിയുടെയോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെയോ ഓണർ വരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര സ്വീകരണമായിരിക്കും അല്ലേ? അവരിവിടെ ഗവൺമെൻറ് പോകുന്നു, മന്ത്രിമാർ പോകുന്നു, അവരെ സ്വീകരിക്കുന്നു, നല്ല കാര്യം, അതൊരു പക്ഷേ അവരെങ്ങനെ തുടങ്ങിയത്? അവരിങ്ങനെ ജനിച്ചപ്പോഴേ ആപ്പിളായിട്ട് വന്നവരാണോ? അവർ നമ്മളെപ്പോലെ ഏതെങ്കിലും ഒരു കാർ ഷെഡിലോ ഏതെങ്കിലും വർക്ക്ഷോപ്പിലോ വീടിൻ്റെ ഒരു റൂമിലോ ഒക്കെ ചെറുതായിട്ട് തുടങ്ങിയവരാന്നേ. അവരെ സാമൂഹികമായും രാഷ്ട്രീയമായും ഗവൺമെൻറ്റുകളും ജനങ്ങളും ഒക്കെ സപ്പോർട്ട് ചെയ്താണ് അവരിങ്ങനെ ആയത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാകണ്ടേ? അതിനുള്ളൊരു പിന്തുണ നമ്മൾ കൊടുക്കണ്ടേ? താങ്കൾ പറഞ്ഞു വരുന്നത് ഒരാൾക്കെങ്കിലും ഒരാൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭകനെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് വേണം, ഉറപ്പായിട്ടും വേണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ ഫണ്ടിങ് കിട്ടി, ഞങ്ങൾ ഇതാന്ന് പറയുന്നതിനേക്കാൾക്ക് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം 17,000 കുടുംബങ്ങൾ ഞാൻ ചേർത്തലയിൽ തുടങ്ങിയ ഒരു ചെറിയ ബിസിനസ്സിൽ ഇന്ന് ടീമായി. ഷാൻ വന്നു, ഷാനിൻ്റെ ഞങ്ങളുടെ കോഫൗണ്ടേഴ്സ് എല്ലാവരും വന്നു, ഞങ്ങളൊരു വലിയൊരു ടീമായി മാറിയപ്പോൾ 17,000 കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നില്ലേ? നല്ല ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതൊരു ചെറിയ കാര്യമല്ലല്ലോ അത്. അങ്ങനെ ഇപ്പം നമ്മൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയുമോ? കേരളത്തിൽ ബിസിനസ് മേഖലയിലെ പ്രശ്നം, കേരളത്തിൽ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ വളരെ കുറവാണ്. അത് നമ്മുടെ ഇൻഡസ്ട്രിയെ, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ഭയങ്കര നെഗറ്റീവായത് ബാധിക്കുന്നുണ്ട്. പിന്നെയും എന്തുകൊണ്ട് നമ്മളിവിടെ നിന്ന് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട നമ്മുടെ പ്രവാസികളില്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോൾ നോക്കണ്ട, പണമാണ്. 10-15 വർഷം മുമ്പ് ഈ കേരളം ഇങ്ങനെയെങ്കിലും നിന്നുപോയത് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അവർ ഈ കേരളത്തിലേക്ക് അയച്ച പണം കൊണ്ടാണെന്ന കാര്യത്തിൽ ഒരു സംശയം. അന്ന് എന്തുകൊണ്ടാണ് ഈ പ്രവാസികളുടെ മുഴുവൻ കുടുംബങ്ങൾ ഇവിടെയായിരുന്നു. അപ്പോൾ അവർ കിട്ടുന്നതിൽ അവരുടെ ചിലവ് വളരെ ചുരുക്കിയിട്ട് ബാക്കി പണം മുഴുവൻ നമ്മുടെ നാട്ടിലേക്ക് ഒഴുകുമായിരുന്നു. ഇന്ന് പ്രവാസികൾ അവരുടെ മാതാപിതാക്കൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ, ഇവിടെ കാലിയായ വീടുകൾ അല്ലെ കുറച്ച് വൃദ്ധസാധനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി നമ്മൾ പ്രവാസികളുടെ പണം വന്നിട്ട് നമുക്ക് ജീവിക്കാമെന്ന് കരുതരുത്. പകരം നമ്മളിവിടെ പണം ഉണ്ടാക്കാനുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഇവിടെ വരണം, സ്വയം പ്രാപ്തി നേടണം. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ കേരളത്തെ എന്തായിട്ടാണ് ആൾക്കാർ കാണുന്നതെന്നറിയോ? സാധനങ്ങൾ വിറ്റ് മാറ്റാനുള്ള മാർക്കറ്റായിട്ട് കാണുന്നത്. ഒരു പ്യുവർലി ഉപഭോക്ത മാർക്കറ്റ്, പ്യുവർലി 100% നമ്മുടെ നാടിനെ, നമ്മുടെ നാട്ടുകാരെ മറ്റ് രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ വിറ്റ് മാറ്റാനുള്ള ഒരു മാർക്കറ്റാക്കി കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിവിടുത്തെ രാഷ്ട്രീയക്കാർ ഉത്തരവാദികളാണ്, ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ ഉത്തരവാദികളാണ്, എല്ലാവരും ഉത്തരവാദികൾ, ഇവിടുത്തെ സമൂഹം ഉത്തരവാദികളാണ്. ബിസിനസ്സുകാരോട് കാണിച്ച മെൻറ്റാലിറ്റി ഇപ്പോൾ മാറി വരുന്നുണ്ട്, നല്ല കാര്യം. മാനുഫാക്ചറിങ് യൂണിറ്റുകൾ തുടങ്ങാൻ കേരളം പറ്റിയതല്ല എന്ന് പറഞ്ഞ് പരത്തപ്പെട്ട അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ അത്തരം യൂണിറ്റുകൾ ഉണ്ടായിരുന്നതിനെ പോലും നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. പുതിയ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നില്ല. ഇതിനൊക്കെ മാറ്റം വരാതെ, ആ പുച്ഛം മാറാതെ നമ്മൾ നന്നാവില്ല. നമ്മൾ നന്നാവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവാണ് നമ്മൾ പുറത്തെ സംസ്ഥാനത്തോ പുറത്തെ രാജ്യത്തോ വിൽക്കുന്നുവെങ്കിൽ ആ മാനുഫാക്ചറിങ്ങിൻ്റെ പൈസ എവിടെ വരും? നമ്മുടെ നാട്ടിലെത്തും. നമ്മളിവിടെ വാങ്ങുന്ന സാധനം നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ നമ്മളിവിടെ ഈ കടയിൽ നിന്ന് വാങ്ങുന്നു, നമ്മുടെ പൈസ അടുത്ത് അത് ഉൽപ്പാദിപ്പിച്ച കമ്പനിയിലെത്തുന്നു, റൊട്ടേഷൻ അവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് റൊട്ടേഷൻ ഇല്ല. നമ്മൾ അവിടുന്ന് ഇവിടുന്ന് വന്ന പൈസ എടുത്ത് സാധനം വാങ്ങുന്നു, പണം വേറെ സ്ഥലത്തേക്ക് പോകുന്നു. ആ സാമ്പത്തിക ക്രയവിക്രയത്തിൻ്റെ ഒരു റോളൽ ഇല്ലായ്മയുണ്ട്. അതിനോടൊപ്പം ചേർത്ത് ചോദിച്ചോട്ടെ, നമ്മുടെ യുവാക്കളെല്ലാം ഇന്ന് നാട് വിട്ടു പോവുകയാണ്. അതും വലിയൊരു സാമൂഹിക പ്രശ്നം തന്നെയാണ്. എത്ര നാൾ നമ്മൾ അതിനോട് കണ്ണടച്ച് പിടിക്കുമെന്ന് എനിക്കറിയില്ല. ഇന്ന് വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ഇടതുഭാഗത്തും വലതുഭാഗത്തും കാണുന്ന മിക്ക ഹോർഡിങ്ങുകളും സ്റ്റഡി അബ്രോഡാണ്. അതിനൊക്കെ നമ്മുടെ മനസ്സുകൾ മാറണം. നമ്മളിവിടെ ഒരു ടെക്നോ പാർക്ക് ഉണ്ടെന്ന് വെച്ചു. ടെക്നോ പാർക്കിൻ്റെ മുമ്പിലോ എവിടെയെങ്കിലും നമ്മളൊരു നൈറ്റ് ക്ലബ്ബോ ഒരു ബാറോ തുടങ്ങിയാൽ എന്തായിരിക്കും ഇവിടെ പ്രശ്നം? വിപ്ലവം നടക്കും അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഈ പറഞ്ഞ വിപ്ലവം നടത്തുന്ന മക്കൾ ഇവിടുന്ന് പാരീസിലും ലണ്ടനിലും കാനഡയിലൊക്കെ പോകുന്നുണ്ടല്ലോ. അവരവിടെ വൈകുന്നേരം പോയിട്ട് വൈകുന്നേരം രാമനാമവും അല്ലെ കുരിശ് വരച്ചിരിക്കുകയാണ്. അവരിങ്ങനത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടെന്നേ. അത്തരം ജീവിത സാഹചര്യങ്ങളും ജീവിത സന്തോഷങ്ങളും ഉള്ളതുകൊണ്ടാണ് അവരവിടെ പോകുന്നത്. അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള സാമ്പത്തികം അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് അവരവിടെ പോകുന്നത്.
അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കാതെ നമ്മൾ വലിയ തത്വം വലിയ എന്താ പറയണേ നമ്മുടെ മോറൽ പോലീസ് കളിച്ചിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മോറലൊന്നും വേണ്ട അല്ലെ അങ്ങനെ പോകണമെന്നല്ല പറയണത്. പക്ഷേ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ആവശ്യമുണ്ടെന്ന്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ അവരുടെ പ്രായത്തിൽ ആവശ്യമായ കാര്യങ്ങൾ അവർ തിരക്കിപ്പോവും. ഇതൊന്നും കിട്ടാതെ വരുമ്പോഴാണ് നാട്ടിലിപ്പോൾ കണ്ടില്ല എന്തോരം ആൾക്കാരാണ് മയക്കുമരുന്നിനൊക്കെ അടിമകളായി മാറുന്നില്ലേ കുട്ടികൾ. അവരുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് മാറണ്ടേ. മാറാതെ പണ്ട് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു എന്നാൽ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ അവിടെ പോയി അതുപോലെയാണോ ജീവിക്കുന്നത്? ഒരിക്കലും അല്ല. ഞാൻ മാതാപിതാക്കൾ അങ്ങനെ ഈ കുട്ടികളെല്ലാം പോയാൽ നമ്മുടെ സംസ്ഥാനം ഒരു ജപ്പാനാവില്ലേ? ഉറപ്പായിട്ടും വയസ്സായ ആൾക്കാർ, അത് തന്നെ വയസ്സായ ആൾക്കാരും താമസമില്ലാത്ത വീടുകളുമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന കാര്യങ്ങൾ. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനും ബിസിനസ്സുകാരാകാനും കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം മലയാളികൾക്കുള്ളത്രയും വേറെ ആർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും നല്ല റിസോഴ്സാണ് ഇവിടെ ഉള്ളത്. നമ്മളവരെ ഉപയോഗിക്കണം. നമ്മൾ അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അല്ലാതെ നമ്മൾ പുറത്തു പോകുന്ന കുട്ടികളെ കുറ്റമിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഇതിന് വിപ്ലവം നടത്തുന്ന സദാചാര പോലീസ് കളിക്കുന്നവരുടെ മക്കൾ പോയിട്ടില്ല അവിടെ. അവരവിടെ പോയി വൈകുന്നേരം നാമദേവൻ ചെല്ലുവാണോ അതോ കൊന്തയിലുവാണോ? അല്ലല്ലോ. ഇതിനെ ഉൾക്കൊള്ളാതെ നമ്മൾ ഇവിടെ മാത്രം സദാചാരം ഇവിടെ മാത്രം ഇതെല്ലാം മതി എന്ന് ചിന്തിക്കുന്ന നമ്മുടെ തെറ്റായ ഒരു പഴയ തലമുറയുടെ ചിന്താഗതിയുണ്ട്. അതൊക്കെ മാറ്റണം മനസ്സിൽ നിന്ന്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ചോദിച്ചോട്ടെ, നമ്മളൊക്കെ ഇവിടെ ബിസിനസ് എന്ന് പറയുന്നത് പഠിച്ച് വളരുന്നവരല്ല. ഞാനുമൊക്കെ MBA ക്ലാസ് റൂമിൽ പോയിട്ടുണ്ട്, ഉന്നത മാർക്കോടുകൂടി പാസ്. പക്ഷേ അവിടെ എങ്ങും ബിസിനസ് തുടങ്ങാൻ പഠിപ്പിച്ചാൽ എൻ്റെ ഓർമ്മയിലില്ല. ഒരു നല്ല മാനേജർ ആവുക, തൊഴിൽ കണ്ടെത്താനാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നൊരു സാധനം ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് തൊഴിൽ കൊടുക്കാനാണോ അതോ തൊഴിൽ നേടാനാണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? നമ്മുടെ വിദ്യാഭ്യാസ മേഖല അല്ലെ വിദ്യാഭ്യാസ സിലബസ് ഒക്കെ പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അവർ ബിസിനസ്സുകാരനാണ് പഠിപ്പിക്കാത്തതാണ്? ബിസിനസ്സുകാരൻ മനുഷ്യനെ ഊറ്റിക്കൊണ്ട് പോകുന്നവനാണ്. മനുഷ്യരെ ഊറ്റി നമ്മുടെ ചോര കുടിക്കുന്നവരാണ് ബിസിനസ്സുകാർ. പിന്നെ അങ്ങനെ ബിസിനസ്സുകാരനെ പഠിപ്പിക്കും? അതുകൊണ്ട് അന്നത്തെ സിലബസാണ് ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജ് ക്ലാസ് എടുക്കാൻ പോയി. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി കഴിഞ്ഞ 8 വർഷമായിട്ട് അവിടുത്തെ MBAയുടെ സിലബസ് മാറിയിട്ടില്ല. കഴിഞ്ഞ 8 വർഷം മുമ്പ് ഇറങ്ങിയ സിലബസ് പഠിക്കുന്ന ഒരു MBA സ്റ്റുഡൻറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് അവൻ എന്ത് ചെയ്യും? 8 കൊല്ലം കൊണ്ട് സമൂഹത്തിൽ എത്ര മാറ്റങ്ങൾ, എന്തോ 8 ദിവസം കൊണ്ട് മാറുന്നു. അപ്പോഴാണ് 8 കൊല്ലം കൊണ്ട് ഐഫോണിന്റെ എത്ര മോഡൽ ഇറങ്ങി. ആ 8 കൊല്ലം മുമ്പത്തെ സിലബസ് പഠിച്ചാൽ ആ ചെറുക്കൻ MBA എന്ന് പുറത്തിറങ്ങണം. അവൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കാലത്തിനനുസരിച്ച് മാറുകയും പിന്നെ ഉണ്ട് വിദ്യാർത്ഥി. ഇപ്പം ഞാൻ പഠിച്ചപ്പോൾ ഞാൻ കുറേ തല്ലുകൊണ്ടുണ്ട്. എന്തിനാണെന്നറിയോ? സൈനെ കോസെ ടാനെ ലസാവ് അറിയാൻ പറ്റില്ല. ഇതൊക്കെ ജീവിതത്തിൽ എനിക്കിതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. എനിക്കിപ്പോഴും മനസ്സിലായില്ല എന്തിനാണ് എന്നെ പഠിപ്പിച്ചത്. പക്ഷേ എൻ്റെ കൂടെ പഠിച്ച ചിലരൊക്കെ അത് ഉപയോഗിക്കുന്നവരുണ്ടാവും ഇപ്പോൾ, അല്ലേ? തൊഴിലിനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിതം, അവരുടെ ബിസിനസ്, അല്ലെങ്കിൽ അവരുടെ ജോലി അതുമായി ബന്ധപ്പെട്ടതായിരിക്കാം. അപ്പോൾ എവിടെയോ വെച്ച് എൻ്റെ വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റം എന്നെ വേർതിരിക്കേണ്ടതായിരുന്നു. നീ പഠിക്കേണ്ടത് ഇതല്ല, നീ പഠിക്കേണ്ടത് അതാണ്, അവനെ പഠിപ്പിക്കേണ്ടത് മറ്റതാണ്. ഇത് നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെയാണെന്നറിയോ? ഏത് കഴിവുള്ളവനും ഏത് ഇഷ്ടമുള്ളവനും ഏത് പാഷനുള്ളവനും ഒരേ സാധനം പഠിക്കും. എല്ലാവരും എല്ലാം പഠിച്ചോളണം. ഇത് തന്നെ പഠിച്ചിട്ടേ നിനക്ക് ജയിക്കാൻ പറ്റുള്ളൂ. നിൻ്റെ താല്പര്യവും നിൻ്റെ ഇഷ്ടവും അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. കാണാപ്പാടം പഠിച്ചെഴുതാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ അതിന് കഴിവുള്ളവൻ നമ്മുടെ ഏത് ഡിഗ്രിയും പാസ്സാവും. ഇവിടെ മെമ്മറി ടെസ്റ്റ് മാത്രം മതി. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ പിന്നെയും മാറി വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പൊളിച്ചെഴുതണം. അല്ലാതെ ഇതൊന്നും ഈ വിദ്യാഭ്യാസ സംസ്കാരമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഇവിടെ ഇനിയും ഇവിടുത്തെ ബിസിനസ്സുകാരാകാനുള്ളൊരു തലമുറയൊന്നും ഉണ്ടാകില്ല. പിന്നെ ഇപ്പോൾ കുറേ കുട്ടികൾ വരുന്ന അവരുടെ സ്വന്തം കഴിവ് കൊണ്ടും അവരിങ്ങനെയൊക്കെ കുറേ കേട്ടിട്ടും വായിച്ചറിഞ്ഞിട്ടും ലോകം പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് കൊണ്ടുമൊക്കെ ഉള്ള അറിവിൽ നിന്ന് അവരുടെ സ്വന്തം കഴിവിലൂടെ കയറി വരുന്നവരാണ്. പക്ഷേ അവിടെയും ആ കഴിവ് അല്ലെങ്കിൽ അറിവ് കുറവുള്ളത് കൊണ്ടാണ് അവർ പ്രസംഗിച്ചത്. ഉറപ്പായിട്ടും ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി ചെറുപ്പക്കാർ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവരോട് ഫ്രഷ് ടു ഹോമിൻ്റെ ഒരു ഫൗണ്ടർ എന്ന നിലയ്ക്ക്, വിജയിച്ചൊരു സംരംഭകൻ എന്ന നിലയ്ക്ക് എന്താണ് താങ്കൾക്ക് അവരോട് പറയാനുള്ള ഉപദേശം? ഒന്ന്, നിങ്ങൾ ബിസിനസ് സ്വന്തം പാഷനാണെങ്കിൽ മാത്രമേ ഇറങ്ങാവൂ. 2, റിസ്ക് എടുക്കാനുള്ള മനസ്സുണ്ടാവണം. 3, പരാജയങ്ങൾ ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ആദ്യം എഴുതി വയ്ക്കണം. എത്ര പരാജയം വന്നാലും ഞാൻ മുന്നോട്ട് പോകും എന്നും കൂടി എഴുതി വയ്ക്കണം. അങ്ങനത്തെ ഒരു പരാജയങ്ങൾ ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മൾ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ സ്റ്റാറ്റസ് പോകും. കല്യാണം കഴിച്ചവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആ വിഷമം അനുഭവിക്കേണ്ടത് നമ്മുടെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിരിക്കും. അതെല്ലാം മുന്നിൽ കണ്ട് അതിനൊക്കെ അവരെയും തയ്യാറാക്കിയിട്ട് ഈ പണിക്കിറങ്ങാവുള്ളൂ. അങ്ങനെ റിസ്ക് എടുക്കാനുള്ള മനസ്സില്ലാത്ത ഒരാളും ബിസിനസ്സുകാരനെ ഇറങ്ങരുത്. ഏത് ബിസിനസ്സുകാരൻ ഇറങ്ങിയാലും എത്ര വലിയവൻ ഇറങ്ങിയാലും എവിടെയെങ്കിലൊക്കെ തിരിച്ചടികളുണ്ടാവും. ഇപ്പോൾ ഫ്രഷ് ഹോം ഇപ്പോൾ പോകുന്നില്ലേ,
ഞങ്ങൾക്ക് ഇനിയും തിരിച്ചറിവ് ഉണ്ടാകില്ലേ? ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതൊക്കെ ലോകത്തിൻ്റെ ചിലപ്പോൾ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏതെങ്കിലും ലോകത്തെ രാജ്യത്ത് എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചടി കിട്ടും അല്ലേ? ഇപ്പം ചെറിയാണെങ്കിൽ ചിലപ്പോൾ കേരളത്തിൽ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്താൽ മതി. പക്ഷേ ഇത് ഞങ്ങളൊക്കെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതുപോലെ ഏതെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമുക്ക് തിരിച്ചടി വരും. വലുതാകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ നേരിടാൻ തയ്യാറായിരിക്കണം. അതിൽ ചില പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഇതൊക്കെ ഇട്ടിട്ട് പോകാനുള്ള അതിനെല്ലാത്തൊരു മനസ്സുള്ളവർ മാത്രമേ ഇതിന് ഇറങ്ങാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാഷൻ മാത്രമേ ഇറങ്ങാവൂ. 1100 കോടി വിറ്റുവരവ്, 4500 കോടി വാല്യുവേഷൻ, 17,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. ലോകമെമ്പാടും ബിസിനസ്സുമായി. അവസാനത്തെ ഒരു ചോദ്യം, ഭാവി എന്താണ്? ഫ്രഷ് ടു ഹോം പുതിയ ആശയങ്ങൾ എന്തൊക്കെ? ഞങ്ങളിപ്പോൾ ആരോന്നറിയോ, ഫ്രഷ് ടു ഹോം ഇന്ത്യയിലും UAE-യിലെയും ഏറ്റവും വലിയ ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റാണ്. ഞങ്ങളുടെ ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റാകുകയാണ്. അതിനെന്ത് വേണം? അതിന് നമ്മളുടെ സാന്നിധ്യം മറ്റു രാജ്യങ്ങളിലെ വ്യാപിപ്പിക്കണം. അപ്പം ഞങ്ങൾ US-ലും യൂറോപ്പിലൊക്കെ പഠനം നടത്തുന്നുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ ഫിഷും മീറ്റും ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പോകുന്നതും വിൽക്കുന്നതും ഫ്രോസൺ പ്രൊഡക്റ്റുകളാണ്. അതുകൊണ്ട് കഴിഞ്ഞ 6 മാസം മുമ്പ് ഞങ്ങൾ കേരളത്തിലെ കോഴിക്കോട് ഞങ്ങളുടെ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് പ്ലാന്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സലൻറ്റ്. എന്തുകൊണ്ടാണ് കോഴിക്കോട്? കാരണം എല്ലാവരും കേരളത്തിൽ നിന്ന് വിട്ടുപോകുന്ന ആൾക്കാരാണ്. അതൊരു ശരിയായ ചോദ്യമാണ്. എന്നെ സംബന്ധിച്ച്, അല്ലെ ഫ്രഷ് ഹോമിനെ സംബന്ധിച്ച്, ഞങ്ങളുടെ എല്ലാ തുടക്കങ്ങളും ഈ കേരളത്തിൽ നിന്നായിരുന്നു. കേരളത്തെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ബിസിനസ് സൗഹൃദ സംസ്ഥാനമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ബിസിനസ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പാഠശാല ഈ നാടാണ്, ഒരു സംശയമില്ല. ആ പാഠശാലയിൽ തന്നെ എക്സ്പോർട്ടും തുടങ്ങണം എന്ന ആഗ്രഹത്തിലാണ് ഞങ്ങൾ കോഴിക്കോട് തുടങ്ങിയത്. ഇവിടെ വിജയിച്ചാൽ എവിടെ വേണമെങ്കിലും വിജയിക്കാം, ഉറപ്പായിട്ടും വിജയിക്കാം. കാരണം എല്ലാ തടസ്സങ്ങളും നമ്മളിവിടെ നേരിടും. ആ തടസ്സങ്ങളൊക്കെ നമ്മൾ നേരിട്ടാൽ പിന്നെ എവിടെയാണ് നമുക്ക് പറന്ന് കിടന്ന് കച്ചവടം ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, മൈൻഡ് നീഡ്സ് ഒബ്സ്റ്റക്കിൾസ് ടു ഡെവലപ്പ് ഇറ്റ്സ് പവർ എന്നാണ്. ആ എല്ലാ തടസ്സങ്ങളെയും നമ്മളിവിടെ നേരിടും. അപ്പോൾ പിന്നെ നമുക്ക് എവിടെ പോയും എന്തും നേരിടാനുള്ള ചങ്കൂറ്റാവും. അതിന് പറ്റിയ പാഠശാല കേരളമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കോഴിക്കോട് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ US-ഉം കാനഡയും യൂറോപ്പൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ രാജ്യങ്ങളിലേക്ക് ഫ്രഷ് ടു ഹോമിൻ്റെ ബ്രാൻഡ് പ്രോഡക്റ്റുകളെ കടത്തിവിടുന്നതിനുള്ള പണിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 17,000 കുടുംബം എന്നത് എത്രയിലേക്കാണ് അപ്പോൾ പേര്? ഞങ്ങളുടെ ലക്ഷ്യം അടുത്തൊരു 3 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ വർക്ക് ഫോഴ്സ് 25,000 ആക്കണം എന്നതാണ്. അതൊരു പക്ഷേ ഇന്ത്യയിലായിരിക്കാം, അല്ലെങ്കിൽ പുറത്തായിരിക്കാം. അപ്പോൾ ഫ്രഷ് ടു ഹോം ഗ്ലോബൽ കമ്പനിയായി. നമ്മുടെ പച്ചമീൻ കേരളത്തിൽ നിന്ന് തുടങ്ങിയത്, ഇനി നമുക്ക് ഈ ഫ്രഷ് ടു ഹോം എന്ന പേര് അമേരിക്കയിലും യൂറോപ്പിലും എവിടെ ചെന്നാലും നമ്മളിനി കേൾക്കും, അഭിമാനിക്കാം. കേൾക്കണം എന്ന രീതിയിലാണ് ഞങ്ങൾ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ചാണെങ്കിൽ, ഞങ്ങളുടെ ഒരു പ്രൊജക്ഷനൊക്കെ വെച്ചിട്ടാണെങ്കിൽ കേൾക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ കേട്ടു മാത്യു ജോസഫ് സാർ എന്ന ആ മനുഷ്യൻ്റെ കഥ. അദ്ദേഹം വളരെ ചെറിയ രീതിയിൽ, അദ്ദേഹം തന്നെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ 15,000 രൂപയ്ക്ക് കക്ക വാങ്ങി വിറ്റ് തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. ഇന്നത് 1,200 കോടി വിറ്റുവരവിലും 4,500 കോടി വാല്യുവേഷനിലൊക്കെ എത്തി നിൽക്കുകയാണ്. മാത്യു ജോസഫ് സാറിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ വളർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ 1000 കോടി വിറ്റുവരവൊക്കെ ഉള്ളവരെ നമുക്ക് ആക്സസ് ചെയ്യാൻ തന്നെ പറ്റാറില്ല. വളരെ എളിമയോടുകൂടി ഏത് വേദിയിലും ഏത് സദസ്സിലും അദ്ദേഹത്തിൻ്റെ കഥകൾ തുറന്നു പറയാനും ഒരു വിളിക്കപ്പുറം അദ്ദേഹമുണ്ട്. മനുഷ്യരുമായി ചേർന്ന് നിൽക്കുന്ന പച്ചയായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നം പച്ചമീൻ എന്ന് പറഞ്ഞാൽ പച്ചയായ മനുഷ്യനാണ്. എളിമയോടുകൂടി നമുക്ക് പല കാര്യങ്ങളും പല വേദിയിലും പറഞ്ഞു തരാനും തയ്യാറാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ എനിക്ക് ഉറപ്പാണ് ഒരു സംരംഭം തുടങ്ങാനിരിക്കുന്നവരും മക്കളുള്ളവരുമൊക്കെ ഈ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടിരിക്കണം. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് കാലപ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിൽ കുറേയുണ്ട് പഠിക്കാൻ അദ്ദേഹത്തിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ വിജയഗാഥയിൽ നിന്നും. നമുക്ക് വേണം ഇതുപോലുള്ള ഇതുപോലുള്ള ഗുരുക്കന്മാർ, സംരംഭത്തെക്കുറിച്ച് അടുത്തറിഞ്ഞ് വിജയിച്ച് നമ്മളെ പഠിപ്പിക്കുന്നവർ, പാത തെളിയിക്കുന്നവർ. മാത്യു സർ, വളരെ ഉപകാരപ്രദമായിരുന്നു ഈ ഇൻ്റർവ്യൂ എന്ന് എനിക്ക് ഉറപ്പാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഫ്രഷ് ടു ഹോമിൻ്റെ കഥയാണെങ്കിൽ ഇത് ഫ്രഷ് ടു ഹോം ഇനി ഭാവിയിൽ എവിടെ എത്തണമെങ്കിൽ ഭാവി തലമുറ ഇതുവരെയുള്ളതിൽ നിന്ന് എന്ത് പഠിക്കൂ എന്നുള്ളത് കൂടിയായിരുന്നു ഇൻ്റർവ്യൂ. ഇതൊരു പാഠപുസ്തകമായി തീരട്ടെ. ചിലപ്പോൾ MBAയിൽ പഠിക്കാനുള്ളൊരു സിലബസിലായിരിക്കണം ഇതൊക്കെ ചേർക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും ആ കഥകൾ വന്ന് ഇവിടെ പറയാനായിട്ടുള്ളതും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും കാണിച്ച മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി. എൻ്റെ വ്യക്തിപരമായ പേരിൽ സ്പാർക്കിനും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.